നമ്മളെ ബോഡിയെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ 24 മണിക്കൂറിനുള്ളിൽ 3-1 ഉറങ്ങണം എന്നുള്ളതാണ്. അത് കുട്ടികളാണെങ്കിൽ 10-12 hours ഉറങ്ങണം എന്നുള്ളതാണ്. കാരണം അത് ഗ്രോത്തിനും ഇമ്പോർട്ടൻ്റ്. അതായത് ഒരു ഗ്രോത്തിന്റെ ഭാഗ തന്നെയാണ് നമ്മുടെ റിപ്പയർ വർക്ക്. നമ്മുടെ ബോഡി ഓരോ സെക്കൻഡിലും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെൽസ്. അപ്പോൾ പഴയ പല സെൽസും ഡൈ ചെയ്യുന്നുണ്ട്, അതിന് പകരം പുതിയത് വന്നുകൊണ്ടിരിക്കുക. കുട്ടികളിലാണെങ്കിൽ അത് കുറച്ചും കൂടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ വരും. പ്രായമായി മൾച്ചറായിട്ടുള്ളവർക്കാണെങ്കിൽ അല്ലാതെ നമ്മുടെ റിപ്പയർ വർക്കിന് വേണ്ടിയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെല്ലാം കറക്റ്റായിട്ട് നടക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മളുടെ ഉറങ്ങുന്ന സമയത്താണ്. അതായത് എഴുന്നേറ്റിരിക്കുമ്പോൾ നമ്മളുടെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മുടെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിരിക്കും. ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ബ്രെയിനിന് റെസ്റ്റ് കിട്ടുക. ബ്രെയിനിന് മാത്രമല്ല, മസിലിന്, ബോണിന്, പല മസിലും ബോണുമാണല്ലോ നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ജോയിൻസ്, ബ്രെയിന് ഉള്ള നെർവ്സ് എല്ലാം, ഇവരെല്ലാം റെസ്റ്റ് ചെയ്യുന്ന ഈ ടൈമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മളുടെ ഈ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റഡ് ആകുന്നത്. നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് ഇൻസുലിൻ ലെവൽ കൂടുതലായിരിക്കും, പല സ്ട്രെസ് ഹോർമോണുകളൊക്കെ ഉണ്ടാവും. അതിൻ്റെയൊക്കെ പ്രസൻസിൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പ്രോപ്പർലി വർക്ക് ചെയ്യാനും ഈ ഡാമേജ്ഡ് ആയിട്ട് സെല്ലുകളെയൊക്കെ നശിപ്പിക്കണം. ഇതുവരെ കെമിക്കൽ ഫ്യൂണറലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മുടെ ബോഡിയിൽ എപ്പോഴും ക്യാൻസർ സെൽസും ഡാമേജ്ഡ് DNA ഡാമേജ് ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിനെയെല്ലാം മാറ്റുന്ന സമയം നമ്മുടെ ഉറക്കത്തിന്റെ സമയമാണ്. ഈവൻ നമ്മളുടെ ബ്രെയിനിൽ നമ്മളൊന്ന് ക്ലീൻ, നമുക്ക് ബ്രെയിനിലൊരു സ്പെഷ്യൽ സിസ്റ്റം ഉണ്ട്, അവിടുത്തെ പ്രോട്ടീൻ നമ്മുടെ വേസ്റ്റ് മാറ്റാനൊക്കെ ഉള്ളത്. ആ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയും. നമ്മുടെ ബോഡിയുടെ മറ്റു ഭാഗത്തൊക്കെ ലിംഫാറ്റിക്സ് എന്ന് പറയും. അതിന് പകരം ബ്രെയിനിൽ വന്ന് ലിംഫാറ്റിക്സ് ആണ്. അത് ആക്ച്വലി അതിൻ്റെ ഒരു മൂവ്മെന്റ് നമ്മുടെ ഓരോ നെർവിന് ചുറ്റിയുണ്ട്. നമ്മളുടെ ഈ ബ്രെയിനിനകത്തൊരു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്നുണ്ട്. അത് നമ്മൾ ഓരോ സെല്ലിൻ്റെയും ഇവൻ അതിൻ്റെ നെർവ് സെൽസ് കണ്ടിട്ടുണ്ടാവും, ഒരു വാല് പോലെ കിടക്കുന്നത്. ഇതെല്ലാം ചുറ്റിയുണ്ട്. അപ്പം ഈ ഫ്ലൂയിഡിൻ്റെ ഒഴുക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ ഹാർട്ട് ബീറ്റ് അനുസരിച്ചും നമ്മൾ ഈ ഫ്ലൂയിഡും അതിനകത്ത് നമുക്ക് ബ്രെയിൻ്റെ MRIയിലൊക്കെ കാണാം. നമുക്കത് ഹാർട്ട് പമ്പ് ചെയ്യുന്ന പോലെ തന്നെ ബ്രെയിനിനകത്ത് ഒരു പമ്പിങ് ഈ ഫ്ലൂയിഡ് നടക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കറക്റ്റാക്കി നമ്മളുടെ ആ ബ്രെയിനും ക്ലിയറായി നമ്മുടെ സിസ്റ്റം ക്ലിയർ ആകുന്ന സമയമാണ് ഈ ഉറക്കത്തിൻ്റെ എന്ന് പറയുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.